The Central Party will fully support you in whichever way it is necessary. I would once again appeal to you that those who have been martyred in this cult of violence, we must not forget them. We must continue to be inspired by their sacrifices, and we must continue to put in all our resources from not only the state of Kerala but from the entire country, and work for support and rehabilitation of the families which have suffered. കേരളത്തിലെത്തിയ അരുൺ ജെയ്റ്റ്ലിയുടെ കേട്ടത്. കഴിഞ്ഞ ദിവസമാണ് RSS നേതാവ് ദത്താത്രേയ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നടത്തേണ്ട സാഹചര്യമെന്ന് ആഹ്വാനം ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി കൂടി കേരളത്തിലേക്ക് എത്തുന്നത്. അരുൺ ജെയ്റ്റ്ലിയുടെ സന്ദർശനത്തിൽ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. പല ആശങ്കകളും ഒരുപക്ഷെ ഉയർന്നേക്കാം. പല ചോദ്യങ്ങൾ ഒരുപക്ഷെ ഉയരുമ്പോൾ അടിവരയിടുന്നത് കേരളത്തിൻ്റെ പൾസ് കൃത്യമായി അറിയാവുന്ന അരുൺ ജെയ്റ്റ്ലി എത്തിയത് RSS അജണ്ട വഹിച്ചുകൊണ്ടാണോ എന്ന ചോദ്യം. കുളങ്കലയ്ക്ക് 2019 നേട്ടം കൊയ്യാമെന്ന അജണ്ട മതനിരപേക്ഷ കേരളത്തിൽ വില പോകുന്നു. കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ദേശീയവത്കരിക്കുമ്പോൾ UP അടക്കമുള്ള BJPയുടെ ഭരണകേന്ദ്രങ്ങളിലെയും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും കണക്കുകളിലെ യാഥാർത്ഥ്യം. സംഘപരിവാർ അജണ്ട നിശ്ചയിക്കപ്പെടുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷമടക്കമുള്ള പാർട്ടികൾ കരുതിയിരിക്കേണ്ടതും തുടരേണ്ടതുമായ നിലപാട്. കേരളത്തിലെ BJPയുടെ കൊടുമഴിമതിയിൽ മിണ്ടാട്ടമില്ലാത്ത ജെയ്റ്റ്ലിയുടെയും RSS നേതൃത്വത്തിന്റെയും നിലപാട് ഇരട്ടത്താപ്പ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് CPIM നേതാവ് MV ജയരാജൻ, BJP സംസ്ഥാന സെക്രട്ടറി C ശിവൻകുട്ടി, KPCC ജനറൽ സെക്രട്ടറി ശരചന്ദ്ര പ്രസാദ്, ഹസനുൽ ബന്ന, ദില്ലിയിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി മാധ്യമപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MV ജയരാജനിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ MV ജയരാജൻ, അതായത് ഇന്നത്തെ ജെയ്റ്റ്ലിയുടെ ദൗത്യം, ആ ദൗത്യത്തെ ഒരു രാഷ്ട്രീയ ദൗത്യം എന്ന നിലയിലാണ് നിങ്ങൾ CPM നേതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്രത്തോളം ഒരുപക്ഷെ നമ്മൾ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ദില്ലിയിൽ നടക്കം തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ അടക്കം തുടങ്ങിയ നിലപാടുകളിലൊക്കെ തുടർച്ചയായി വേണമോ ഇന്നത്തെ ദൗത്യത്തെയും കാണേണ്ടത്? കാരണം കഴിഞ്ഞ ദിവസമാണ് RSS നേതാവ് ദത്താത്രേയെ ഒരു ആഹ്വാനം നൽകിയത്. കാരണം കേരളത്തിൽ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ്, അവിടെ രാഷ്ട്രപതി ഭരണത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന RSS നേതാവിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം വീണ്ടും ഇതാ ദേശീയ നേതാക്കൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ജെയ്റ്റ്ലിയുടെ വരവിനെ ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നത്, വിശേഷിപ്പിക്കുന്നത്? ശ്രീ MV ജയരാജൻ. കേരളം സംഘപരിവാർ ടാർഗറ്റ് ചെയ്ത സംസ്ഥാനങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാർ ഔദ്യോഗിക പരിപാടികൾക്ക് വരുന്നതിന് പകരം കേരളത്തിൽ RSSൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രമായി വരുന്നത്. മന്ത്രിമാർ സ്വാഭാവികമായും ഔദ്യോഗിക പരിപാടികളോടൊപ്പം പൊതുപരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടി, തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിലും പോകാറുണ്ട്. അതിൽ തെറ്റില്ല. പക്ഷെ സമീപകാലത്തായി കേന്ദ്രമന്ത്രിമാരായ BJP നേതാക്കന്മാർ കേരളത്തിൽ വരുന്നത് RSSൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ കേരളമാകെ ഒരു സംഘർഷ ഭൂമിയാണെന്ന് രാജ്യത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിൽ അത് യേശുന്നില്ല. കാരണം ജനങ്ങൾക്കറിയാം, ഇടതുപക്ഷമാണ് ജനങ്ങളുടെ പക്ഷം. ഇടതുപക്ഷം എപ്പോഴെല്ലാം അധികാരത്തിലുണ്ടായിരുന്നുവോ അപ്പോഴെല്ലാം ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും, ഒപ്പം അടിത്തട്ടിലുള്ള പാവങ്ങളുടെ രക്ഷ, അതാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. 57 തുടങ്ങിയ ആ ജനകീയ വികസന അജണ്ട ഇന്നിപ്പോൾ പുതിയ സാഹചര്യത്തിൽ കേരളത്തിൽ നിക്ഷേപവും വികസനവും സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കേരളം സംഘർഷ ഭൂമിയാണെന്ന് വരുത്തുക വഴി കേരളത്തിലെ ഇടതുപക്ഷത്തെയല്ല
CPM-നെയല്ല RSSകാർ അപമാനിക്കുന്നത്, മറിച്ച് കേരളത്തിലെ ജനങ്ങളെയാണ്. കാരണം നേരത്തെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്നിവിടെ എത്തിയ കേന്ദ്രമന്ത്രിയുടെ പാർട്ടി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സംഘർഷവും കലാപവും വ്യാപകമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടക്കുമ്പോൾ കേരളത്തിൽ അതൊന്നുമില്ല. ക്രമസമാധാന പരിപാലനത്തിന് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇപ്പോൾ ഇക്കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടയിലും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോടിയേരിയാണ് കേന്ദ്രമന്ത്രിയിൽ നിന്ന് അവാർഡ് നേടിയതെങ്കിൽ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ക്രമസമാധാന പരിപാലനത്തിന് ഇന്ത്യ ടുഡേ മികച്ച സംസ്ഥാനമായി സർവേയിലൂടെ കണ്ടെത്തിയത് കേരളത്തെയാണ്. വർഗീയ കലാപങ്ങളില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വർഗീയ കലാപങ്ങൾ നിത്യസംഭവങ്ങളാണ്. കേരളത്തിൽ കൊലപാതകങ്ങൾ ഏറ്റവും കുറഞ്ഞ എണ്ണമാണെന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഈ വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരളമാണ് സംഘർഷഭൂമി എന്ന് രാജ്യത്തിലെ BJP അനുകൂല മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പ്രചരിപ്പിക്കുന്നു? ആ ചോദ്യത്തിലേക്കാണ് ശ്രീ ജയരാജൻ, അതാണ് നമ്മൾ തുടങ്ങേണ്ട ആ ഒരു ചോദ്യം. ശ്രീ ശിവൻകുട്ടി, സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, അതായത് കേരളം മുൻപന്തിയിലേക്ക് വരുന്നു അരക്ഷിതാവസ്ഥയുടെ ഗണത്തിൽ, അക്രമങ്ങളുടെ ഗണത്തിൽ, ദളിതാക്രമണങ്ങളുടെ ഗണത്തിൽ, കൊലപാതകങ്ങളുടെ ഗണത്തിലൊക്കെ കേരളം മാത്രം മുൻപന്തിയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാർ, RSSന്റെ സംഘപരിവാറിന്റെ മുതിർന്ന നേതാക്കന്മാരടക്കം, അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലെയുള്ള വിവേകവും ബുദ്ധിയും ഒക്കെയുള്ള മുതിർന്ന നേതാവൊക്കെ സവിശേഷ സാഹചര്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ അജണ്ട അത് പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ ശിവൻകുട്ടി? ഇന്ന് ബഹുമാനനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ സന്ദർശനം, ആ സന്ദർശനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കേരളം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനമാണ്. എന്തിനു സാധ്യത? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനമാണ്. കേരളം വികസനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റ് വരേണ്ട സംസ്ഥാനമാണ്. കേന്ദ്രം അത് പ്രതീക്ഷിക്കുന്നു. കേന്ദ്രത്തിന്റെ എല്ലാവിധ സഹായങ്ങളും കേരളത്തിനുണ്ടാകും. ഇവിടെ അക്രമം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടണം. കേരളം സമാധാന നിലയിലേക്ക് തിരിച്ചു വരണം. ഇത് വളരെ വ്യക്തമായി അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ ക്രമസമാധാനം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം, ആ സമാധാന നിലയിലേക്ക് വരുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായവുമാണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഒരു കേന്ദ്രമന്ത്രിയുടെ ബാധ്യതകളാണ് അത്തരമുള്ള, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുന്നത്. അത് ആ വിഷയത്തിലേക്കല്ല നമുക്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ കേരളത്തെ ഇത്ര അരക്ഷിത ഭൂമികയായി ചിത്രീകരിക്കുന്നതിന് പിന്നിലെ അജണ്ട മറ്റൊരു സംസ്ഥാനവും ഒരുപക്ഷെ UP അടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണക്കുകളെ നിങ്ങൾ എന്തിന് ഭയക്കുന്നു? അവിടെ താങ്കൾ സൂചിപ്പിച്ചതൊക്കെ ഒരു കേന്ദ്രമന്ത്രിക്ക് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്, അത് മാറ്റിവെക്കുക. ബാക്കിയുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് താങ്കൾ അത് പറയുക. അല്ല, ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ്? RSS പ്രവർത്തകനായിട്ടുള്ള രാജേഷിന്റെ ക്രൂരമായ കൊലപാതകമാണ്. ആ രാജേഷിന്റെ ക്രൂരമായ കൊലപാതകത്തെ സംബന്ധിച്ച് സംസ്ഥാനവും രാജ്യവും ചർച്ച ചെയ്യുന്നു, പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നു. അത് സ്വാഭാവികമായും ഈ വിഷയവുമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസമാണ്. അത് കേരളം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ചർച്ച നടന്നു, നമുക്ക് എല്ലാവർക്കും അറിയാലോ. പാർലമെന്റിൽ താങ്കൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള നേതാവാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. താങ്കൾക്ക് ഇതൊരു പ്രാദേശിക വിഷയം, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു വിഷയമായി താങ്കൾ അടക്കമുള്ള നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല ഇതൊരു ദേശീയ വിഷയമായി ഇതിനെ കൊണ്ടുപോകണമെന്ന ഒരു ത്വര, അല്ലെങ്കിൽ ആ ഒരു വെമ്പൽ ആ അർത്ഥത്തിൽ CPM അടക്കമുള്ളവർ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയുമോ? അല്ല, ഇവിടെ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഇവിടെ സമാധാന ശ്രമങ്ങൾ നടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കുന്നു.
ആ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ സമീപനത്തിലും BJPയും RSSും പരിപൂർണമായി സഹകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം അതിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടേ ഉള്ളൂ. ഇന്ന് കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ബഹുമാനനായ MLA ശ്രീ O രാജഗോപാലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ യാത്ര നിർത്തിവച്ചിട്ടാണ് ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ O രാജഗോപാലും മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മന്ത്രിയാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലി. അവിടെയാണ് രണ്ട് വശം നിങ്ങൾ പറയുന്നത്. അതായത് ഈ സംസ്ഥാന സർക്കാർ പ്രതികളെ പിടികൂടുകയും അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമത്തിന് വേണ്ടിയുള്ള ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ നിങ്ങൾ വീഴ്ച പറ്റിയെന്ന് നിങ്ങൾ അംഗീകരിക്കുക. അവിടെ നിങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ് സർക്കാരിന്റെ ഇടപെടൽ. മറുവശത്ത് ഈ രീതിയിലുള്ള വക്രീകരണം അതെന്തിനു വേണ്ടി? അതാണ് ചോദ്യം. അല്ല, ഇത് ഒരു വക്രീകരണവുമില്ല. വളരെ വ്യക്തതയോടുകൂടി ഞങ്ങളുടെ നേതാക്കന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അരുൺ ജെയ്റ്റ്ലി പ്രസംഗിച്ചിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവനയുടെ ഭാഗം തന്നെയാണ് ഇന്ന് കേരള ഗവൺമെന്റിന്റെ സർവകക്ഷി യോഗത്തിലും എടുത്തിട്ടുള്ള തീരുമാനം. ഇവിടെ സമാധാനം സംരക്ഷിക്കപ്പെടണം. സമാധാനത്തിന് വേണ്ടി BJPയും RSSും ഗവൺമെന്റിനോടൊപ്പം പൂർണ്ണമായി സഹകരിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യം കാണാതിരുന്നിട്ട് കാര്യമില്ല. രാജേഷിന്റെ കണക്കുകൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് കേരളത്തിൽ രാജേഷിന്റെ കൊലപാതകമാണല്ലോ നടന്നിട്ടുള്ളത്. രാജേഷിന്റെ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ സമാധാന ചർച്ച നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പാർലമെന്റിൽ ചർച്ച നടന്നത്. ബഹുമാനനായുള്ള CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹം പറഞ്ഞുവല്ലോ, ഞാൻ RSS സർസംഘചാലകവുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇതൊക്കെ ഉണ്ടായത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? RSS പ്രവർത്തകനായിട്ടുള്ള രാജേഷിന്റെ കൊലപാതകം അതിനുശേഷമാണ്. ഇത്തരത്തിലുള്ള മുഴുവൻ സാഹചര്യങ്ങളും ഗവർണർ വിളിക്കുന്നു, മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു, പാർലമെന്റിൽ ചർച്ച നടത്തുന്നു, CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇടപെടുന്നു. എല്ലാം രാജേഷിന്റെ കൊലപാതകത്തിന് ശേഷമാണ്. ഇന്നലെ വരെയുള്ള സംഭവങ്ങളല്ല, രാജേഷിന്റെ കൊലപാതകത്തിന് ശേഷം നടന്നിട്ടുള്ള സാഹചര്യങ്ങളാണ്. MV ജയരാജന് കൃത്യമായ അതിന് മറുപടി കാണും. ഞാൻ ജയരാജനിലേക്ക് വരുമ്പോൾ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, നിങ്ങൾ കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ് 5 വർഷം. അതിനുശേഷമാണ് CPMലേക്ക് ഭരണം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിലേക്ക് എത്തുന്നത്. ഈ കാണുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ജെയ്റ്റ്ലിയുടെ സന്ദർശനവും അത് നൽകുന്ന ഒരു പക്ഷേ ശിവൻകുട്ടിയും BJP നേതാക്കളും പറയുന്നത് പോലെ സ്വാഭാവികമായും സൗദ്ദേശത്തോടു കൂടിയ ഒരു സന്ദർശനം. അവിടെ ഒരു നേതാവ് അല്ലെങ്കിൽ ദളിത് നേതാവോ അല്ലെങ്കിൽ ഏത് ആയിക്കോട്ടെ, അവരുടെ പ്രവർത്തകർ മരിച്ചാൽ സ്വാഭാവികമായും എത്തുന്ന ഒരു കേന്ദ്ര മന്ത്രിയുടെ പ്രതിനിധി എത്താം. അതിൽ നമ്മളൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിലൊരു ഗൂഢമായ ഒരു ലക്ഷ്യം, ഒരു അജണ്ട ഉണ്ട് എന്ന തരത്തിലേക്ക് പൊതുസമൂഹമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും CPMോ പറയുന്നതിൽ താങ്കൾ എങ്ങനെയാണ് ആ നിലപാടിനെ കാണുന്നത്? സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1 കൊല്ലമാണ് കഴിഞ്ഞത്. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള UDF ഗവൺമെന്റ് BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ 2 കൊല്ലമായി UDF ഗവൺമെൻറ്റാണ് കേരളത്തിലുണ്ടായിരുന്നത്. ആ UDF ഗവൺമെൻറ് കേരളത്തിലുണ്ടായിരുന്ന 2 കൊല്ലവും ഇതുപോലെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് പൊതുസമൂഹം പറയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ശിവൻകുട്ടി പറഞ്ഞതും ഇവിടെ CPM നേതാക്കന്മാർ പറയുന്നതുമെല്ലാം നമ്മൾ വിലയിരുത്തി കാണേണ്ടത്. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്ന 3 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഘർഷം വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടം ഈ കഴിഞ്ഞ 1 കൊല്ലമാണ്. ഈ 1 കൊല്ലത്തിലേയും നടക്കുന്ന ഈ അക്രമങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? ഒരുപക്ഷെ എനിക്കെൻ്റെ വ്യക്തിപരമായ പലപ്പോഴും പല കാര്യങ്ങളും വിലയിരുത്തൽ CPM ആണ് പലപ്പോഴും BJPക്ക് എല്ലാ പിന്തുണയും അവർക്ക് ബൂസ്റ്റിംഗ് എല്ലാം പലപ്പോഴും കൊടുത്തിട്ടുള്ളത്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? വേറെ ഒന്നും വേണ്ട. എന്ത് സംഭവം ഈ നാട്ടിൽ നടന്നാലും കോൺഗ്രസ് BJP ഐക്യമാണ്, കോൺഗ്രസ് BJP ബന്ധമാണ് എന്ന് സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ BJPയും RSSും എന്തു ചെയ്യുന്നു, CPM എവിടെ നിൽക്കുന്നു? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കണക്കുകളുണ്ടല്ലോ 2000 മുതൽ 2017 വരെയുള്ള കണക്ക് ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട കണക്കുകളാണ്. അതിൽ ഈ 80 CPMകാർ കൊല്ലപ്പെടുന്നു, RSSകാർ അതിൽ കൊല്ലപ്പെട്ടത് 68 പേര്. ഈ പറഞ്ഞ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നതിലെ അതിലെ വസ്തുതകളുണ്ട്. അതായത് ഈ ആക്രമണങ്ങളൊന്നും തുടങ്ങിയത് ഇപ്പോഴോ അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല. അതിൽ 2 പക്ഷത്ത് ഒരുപക്ഷെ വിമർശന വിധേയമാക്കാവുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ കണക്കുകൾ പറയുമ്പോൾ ഇതിലൊക്കെ ഒരു വക്രീകരണത്തിന്റെ അംശമുണ്ടോ? ഇന്നത്തെ ഈ കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിന്
പറ്റിയ അല്ലെങ്കിൽ അതിന് പറ്റിയ സാഹചര്യമാണ് എന്ന ആ നിലപാടിനോട് എന്താണ് കോൺഗ്രസിന് നമ്മൾ ഈ നമ്മൾ വെറുതെ എന്തിനാ? എനിക്ക് CPM നേതാക്കന്മാരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ BJP രാഷ്ട്രപതി ഭരണം കൊണ്ടുപോകാൻ RSSനെ ഇറക്കി വിട്ടിരിക്കുന്നു. ഒടുവിൽ കേന്ദ്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു മന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ CPM പറയുന്നത് നിങ്ങൾ പേടിച്ച് പറയണം ധരിക്കും. അങ്ങനെ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പറയാനും ചിന്തിക്കാനുള്ള ആത്മശക്തിയും സംഘടനാശക്തിയൊന്നും BJPക്ക് കേരളത്തിലില്ല. ഇവിടെ കേരളത്തെ CPMന്റെ ഗവൺമെൻറ്റിനെ ഇടതുമുന്നണി ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് ഇവിടെ പ്രസിഡന്റ് ഭരണം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പോവുകയാണെന്ന് CPM പറഞ്ഞ് സ്വയം അവകാശിയരാകരുത്. അങ്ങനെ നിങ്ങൾ എന്തിനാ മഹത്വവൽക്കരിക്കുന്ന BJPയും RSSനെയും? നിങ്ങൾ അവരുടെ സംഘടനാശേഷിയെ നിങ്ങൾ ഇല്ലാത്ത ശേഷിയെ നിങ്ങൾ വർദ്ധിപ്പിച്ച് കാണുകയല്ലേ? നിങ്ങൾ BJP RSSന് അവരുടെ ഒരു സംഘടനാ സംവിധാനമുണ്ട്. അതിനോടൊപ്പം നിൽക്കുക ഒരിക്കലും BJPയും RSSനും അന്ത്യം വരെ ഇവർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല. കാരണം ഇവിടെ ശൈലിയിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ RSSന്റെ നിഗൂഢമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ ഗവൺമെന്റ്, കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ബുദ്ധിയോടെ വേണം കാണാൻ. അല്ലാതെ BJP ഭരിക്കുന്ന വലയിൽ CPM എന്തിനാ ചെന്ന് വീണ് കൊടുക്കുന്നത്? ശ്രീ ജയരാജൻ, അതായത് ആ ചോദ്യം ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഉന്നയിക്കുന്നത് കാരണം ഇവിടെ എന്തായാലും ഇവർക്ക് ഒരു അജണ്ടയുണ്ട്. കാരണം അവിടെ കർണാടകത്തിലേക്കും മധ്യപ്രദേശിലും മുഖ്യമന്ത്രി പോകുമ്പോൾ അവിടെ തടയുന്നു. കുന്ദൻ ചന്ദ്രാവത്ത് പറയുകയാണ് പിണറായിയുടെ തല വെട്ടണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അതിനുശേഷം ഇന്നലെ ദത്താത്രേയ പോലും ഒരുപക്ഷെ ദളിത് ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. വസ്തുതകളുടെയൊക്കെ പിൻബലമില്ലാതെ വെറുതെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഇവിടുന്ന് കൊടുക്കുന്ന ഇൻപുട്ട് അത് മനസ്സിലാക്കാതെ, കാര്യങ്ങളെ ബോധ്യപ്പെടുത്താതെ, ചിന്തിക്കാതെ ചില പ്രസ്താവനകളൊക്കെ നടക്കുകയാണ്. അതിലെ പൊള്ളയായ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ നിന്ന് പോലും മനസ്സിലാകുന്നുണ്ട്. വ്യക്തമായ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ CPMനെ പോലെയുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ മതനിരപേക്ഷത ഉയർത്തുന്ന ഇടതുമുന്നണി അടക്കമുള്ളവർ കരുതിയിരിക്കേണ്ട ജാഗ്രത, അതാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ MV ജയരാജൻ, ഇവിടെ RSSന്റെ അഖിലേന്ത്യാ ഉപമേധാവിയാണ് പരസ്യമായി കേരളത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടത്. അത് ഈ സംസ്ഥാനത്തെ RSS BJP നേതാക്കന്മാർ അറിയാതെ പറയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് RSSന്റെ സംഘടന സ്വഭാവം വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഇവരറിയാതെ അത് പറയില്ല. പിന്നെ പിരിച്ചുവിടാൻ ഒക്കുമോ എന്നത് ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒട്ടും ഭയമില്ല. ഈ വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്ക് കെട്ടിയിട്ട് ആരെങ്കിലും പീഡിപ്പിക്കുമോ? 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതാണ്. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പാർട്ടിയായിരുന്നു അന്ന് അധികാരത്തിൽ. പക്ഷേ എന്താ സംഭവിച്ചത്? അന്ന് പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം നാട്ടിലാകെ ഇറങ്ങിയ EMSനെ ജനങ്ങൾ തോളേറ്റി മനസ്സേറ്റി സ്വീകരിച്ചു. 57 അല്ല 2017. പിരിച്ചുവിടാൻ ഒക്കില്ല. പിരിച്ചുവിടണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ കണ്ണിലെ കരടാവുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അതിശക്തമായി വർഗീയതക്കെതിരായി മതനിരപേക്ഷ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഒരേയൊരു പക്ഷമേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. മറ്റാരുണ്ട്? പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് 1 വർഷമേ ആയുള്ളൂ. ഈ 1 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരായി കൊലവിളി പ്രസംഗമായിരുന്നില്ലേ RSS നേതാക്കന്മാർ നടത്തിയത്? വർഗീയതക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ RSS നേതാക്കന്മാർ കൊലവിളി പ്രസംഗം നടത്തി നേരിടുന്നത്? അപ്പോൾ അതൊക്കെ പറയാൻ തുടങ്ങിയാൽ RSSനും BJPക്കും ഈ കേരളത്തിലെ ഗവൺമെൻറ് കണ്ണിലെ കരടാവുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു RSS സമീപനം കൊണ്ടാണ്. അത് നാം തിരിച്ചറിയണം. ഇവിടെ പ്രസക്തമായ പ്രശ്നം എന്താ? തിരുവനന്തപുരത്ത് ചില സംഭവങ്ങളുണ്ടായി. ദൗർഭാഗ്യകരമാണത്. രാജേഷിൻ്റെ കൊലപാതകം രാഷ്ട്രീയമായിരുന്നില്ല. അതിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി പെറ്റീഷന് പോലീസ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അതിന് കൗണ്ടർ കൊടുത്ത പ്രതികളുടെ അഭിഭാഷകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല. ആര് പറയുന്നു? പ്രതികളുടെ പക്ഷത്ത് നിന്ന് എഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് പറയുകയാണ്. എല്ലാവർക്കും അറിയാം ഗുണ്ട വിളയാട്ടമാണ്, ഗുണ്ട പകയാണ്, അതിൻ്റെ ഫലമായി നടന്നിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ ഗുണ്ടകൾ തമ്മിലുള്ള തർക്കപ്രശ്നത്തിൽ കൊലപാതകം നടന്നു എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെ, ഒരു തർക്കവും. അതിൽ പ്രതികളെ മുഴുവൻ പിടിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ പ്രതികളെ മുഴുവൻ പിടിച്ചു എന്ന കാര്യം ആഭ്യന്തരമന്ത്രിയോട് വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹം അഭിനന്ദിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി. ആ സന്ദർഭത്തിൽ ഈ വസ്തുതകൾ ഗവർണറോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ബോധ്യമായി, ജനങ്ങൾക്ക് ബോധ്യമായി. തിരുവനന്തപുരത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളിലെല്ലാം പോലീസ് മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചു. കേരളത്തിൽ സമീപകാലത്ത് ഒരു ശ്രീ ജയരാജൻ, ഞാൻ മടങ്ങിയെത്താം. ദയവായി ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഹസനുൽ ബന്ന, ദില്ലിയിലെ സാഹചര്യങ്ങളൊക്കെ ദില്ലിയിലടക്കം അല്ലെങ്കിൽ ഉത്തരേന്ത്യ അടക്കം നടന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവിടെയൊക്കെ സഞ്ചരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനാണ് താങ്കൾ. അതായത് ഈ മേഖലകളിലൊക്കെ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ജെയ്റ്റ്ലി വരുന്ന സാഹചര്യത്തിൽ ജയരാജൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ എടുക്കേണ്ട നടപടികൾ അവിടെ എടുത്തിട്ടുണ്ട്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇനി നിയമ നടപടികളിലേക്ക് പോകുന്നു. ആ സംവിധാനങ്ങളിലൊക്കെ തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് BJP അടക്കമുള്ളവർ. ഇവിടെ ഈ ഒരു സവിശേഷ സാഹചര്യമുണ്ടോ? ജെയ്റ്റ്ലിയുടെ വരവിനെ പോലും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം ജെയ്റ്റ്ലി വളരെ സമർത്ഥനാണ്, വളരെ ഒരുപക്ഷെ കേരളത്തിന്റെ പൾസ് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് അരുൺ ജെയ്റ്റ്ലി. ഈ അരുൺ ജെയ്റ്റ്ലിയുടെ കൈകളിലേക്ക് ഒരു ദൗത്യവും ഏൽപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് താങ്കളെ പോലെയുള്ളവർ കരുതുന്നുണ്ടോ? കാരണം 2019 അതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനപ്പുറത്തേക്ക്, കാരണം ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറ്റിവെക്കുക, അഴിമതി ഒരുപക്ഷെ മൂടിവെക്കാനാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ അതൊക്കെ ഒരു ചർച്ചയാവുമ്പോഴും 2019 എന്ന രാഷ്ട്രീയ പോരാട്ടം, അതിനെക്കുറിച്ച്, ആ സാഹചര്യങ്ങളെക്കുറിച്ച് താങ്കൾ അതുകൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് മറുപടിയിലേക്ക് പോയാൽ ശ്രീ ഹസനുൽ ബന്ന. എന്തുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി എന്ന ചോദ്യത്തിനാണ് ആദ്യമായി താങ്കളുടെ ഈ ചോദ്യം പരിഗണിക്കുമ്പോൾ ഉത്തരം നൽകേണ്ടത്. 6 വർഷം മുമ്പ് കേരളത്തിൻ്റെയും ബംഗാളിൻ്റെയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പശ്ചിമ ബംഗാളിൻ്റെ, കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള പശ്ചിമ ബംഗാളിൻ്റെ ചുമതല ഈ അരുൺ ജെയ്റ്റ്ലിക്കായിരുന്നു. അന്ന് കേരളത്തിൻ്റെ ചുമതല നൽകിയിരുന്നത് സുഷമ സ്വരാജിനായിരുന്നു. അന്ന് 6 വർഷം മുമ്പ് നാം മനസ്സിലാക്കേണ്ടത്, BJPക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത സമയത്ത് പോലും കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള ബംഗാളിൻ്റെ ചുമതല അരുൺ ജെയ്റ്റ്ലിക്ക് നൽകിയ BJP നേതൃത്വമാണ് ഇന്ന് അരുൺ ജെയ്റ്റ്ലിയെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി തൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം സംസാരിക്കുന്നതിനിടയിൽ ഇന്ന് തിരുവനന്തപുരത്തെത്തിയ അരുൺ ജെയ്റ്റ്ലിയോട് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചോദിക്കുകയുണ്ടായി, താങ്കൾക്കും സുഷമ സ്വരാജിനും, അന്നത്തെ സവിശേഷ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മോദിയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരസ്യമായി BJP ഉയർത്തി കാണിച്ചിട്ടില്ല. സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും അടുത്ത സർക്കാർ വരുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തെത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരെ രണ്ടുപേരും ഏൽപ്പിച്ച സംസ്ഥാനങ്ങളിൽ BJPയുടെ നില എന്തായിരിക്കുമെന്ന് അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ ഉത്തരം ഇന്നത്തെ സന്ദർശനത്തോട് നാം ചേർത്ത് വായിക്കേണ്ടതാണ്. ബംഗാളിനെ കുറിച്ച് ചോദിച്ചു, അതിനുശേഷം കേരളത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ബംഗാളിനെ കുറിച്ച് പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നില്ല. കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ വലിയൊരു വിഭാഗം വോട്ട് CPMന് പോകുന്നിടത്തോളം കാലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം BJPക്ക് കേരളത്തിൽ വളരാൻ കഴിയുകയില്ല എന്ന് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ 6 വർഷം മുമ്പ് അരുൺ ജെയ്റ്റ്ലി പറയുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ BJPക്ക് അദ്ദേഹം അന്ന് ഉപയോഗിച്ച വാക്ക്, അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ ജെയ്റ്റ്ലി അന്ന് ഉപയോഗിച്ച വാക്ക്, കേരളത്തിൽ ഒരേ സമയം 2 ഹിന്ദു പാർട്ടികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ഹിന്ദു പാർട്ടി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു സമുദായത്തിൽ നിന്ന് വോട്ട് ലഭിക്കുന്ന പാർട്ടി. ഈ അർത്ഥത്തിൽ CPM ഒരു ശക്തിയായി നിൽക്കുന്നിടത്തോളം കാലം BJPക്ക് കേരളത്തിൽ ശക്തിയായി വളരാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വോട്ട് ബാങ്ക് ആരുടെ കയ്യിലാണെന്ന് അവർ ഭയപ്പെടുന്നത് കേരളത്തിൽ CPMനെയാണ്. നമുക്കറിയാം, UDFന്റെ കയ്യിലുള്ളത് ഭൂരിഭാഗവും ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കും അതോടൊപ്പം ചില ഹിന്ദു സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുമാണ്.
അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ സമവാക്യത്തെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താനാണ് അരുൺ ജെയ്റ്റ്ലി ഇന്ന് തിരുവനന്തപുരം സന്ദർശിച്ചിരിക്കുന്നത്. നിങ്ങളിൽ പലരും കരുതുന്നത് പോലെ ആഭ്യന്തര വകുപ്പ് ധനമന്ത്രിയുടെ കയ്യിലല്ല. കേരളത്തിൽ ഒരു ധനമന്ത്രി വരേണ്ട കാര്യം എന്താണെന്ന് നാം ആലോചിക്കുക. അവിടെ പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ ഈ ധനമന്ത്രി ഒരിക്കലും കേരളത്തിന് അനുകൂലമായ സമീപനമെടുക്കുകയോ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് പോലും കേരളത്തിൻ്റെ കാതലായ ഈ ആവശ്യത്തെക്കുറിച്ച് ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല. കേരളത്തിന് എന്തെങ്കിലും ബജറ്റ് വിഹിതം അനുവദിക്കുന്നതിന് വേണ്ടിയല്ല ധനമന്ത്രി വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു രാഷ്ട്രീയ സന്ദർശനമാണ് 2019 താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ എം വി ജയരാജൻ, അതായത് ഈ തെന്നിന്ത്യയിലേക്ക് വന്നാൽ തെന്നിന്ത്യൻ നേതാക്കളോട് പോലും ഒരുപക്ഷെ ശ്രീ ഹസനുൽ ബന്നയ്ക്ക് അറിയാം, വളരെ ധാർഷ്ട്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സവർണതയിലൊക്കെ വളർന്നിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയൊക്കെ ജീവിതചര്യയാക്കിയ ജെയ്റ്റ്ലി തെന്നിന്ത്യക്കാരോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നതൊക്കെ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഞങ്ങളൊക്കെ ഡൽഹിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ജെയ്റ്റ്ലി ഇങ്ങനെ ഒരു ദൗത്യവുമായി കേരളത്തിലേക്ക് വരുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തെന്നിന്ത്യ ഒന്ന് നോക്കുക. അവിടെ തമിഴക രാഷ്ട്രീയം AIADMK അവിടേക്ക് ചേർത്ത് വയ്ക്കേണ്ട അവിടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കി കഴിഞ്ഞു. പിന്നെ ഉള്ളത് കർണാടകയിലേക്ക് നമ്മൾ ഒന്ന് വന്നാൽ കർണാടകയിലടക്കം ഒരുപക്ഷെ രാഷ്ട്രീയ ഈ പറയുന്ന ചെറിയും വലുതുമായിട്ടുള്ള ഒരുപക്ഷെ ഒട്ടേറെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു. 170 വർഗീയ കലാപങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഒരു സമർത്ഥമായ ഒരു തലം സൃഷ്ടിക്കപ്പെടുമ്പോഴായിരുന്നു സിദ്ധാരാമയ്യ തന്ത്രപൂർവ്വം വംശീയത അവിടെ ഇളക്കിവിടുന്നത്. വംശീയത ഇളക്കിവിട്ട് അത് ഒരു ഗുണമായിട്ടോ അല്ലെങ്കിൽ ഒരു അംഗീകരിക്കേണ്ട വസ്തു അല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ സംഘപരിവാർ അജണ്ടയെ നേരിടാൻ തക്ക തലത്തിലേക്ക് കർണാടക രാഷ്ട്രീയം രൂപപ്പെടുത്തി അല്ലെങ്കിൽ അവർ ഒരു ഫൈറ്റിങ്ങിലേക്ക് പോകുന്നു. ഇവിടെ സ്വാഭാവികമായും ഒരു അജണ്ട നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷമടക്കം ചിന്തിക്കേണ്ട സാഹചര്യം. കാരണം ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് അടക്കം പറയുന്നത് പെട്ടുപോകരുത് അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അധികാരം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. അവിടെ എന്തും ഏത് രീതിയിലും സംഘപരിവാർ ഒരു വ്യക്തമായൊരു അടിത്തറയിലേക്ക് പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ ഏത് നിലയിൽ നിങ്ങൾ ജാഗരൂകരായി ഈ നിലപാടുകളെ നേരിടാൻ പോകുന്നു? എന്ത് നിലപാടിലേക്കായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതർത്ഥത്തിലായിരിക്കും നിങ്ങൾ ഇതെടുക്കാൻ പോവുക? ശ്രീ ജയരാജൻ, ഇന്നത്തെ സന്ദർശനമടക്കം വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. ദക്ഷിണേന്ത്യയിൽ RSS BJP ശക്തികൾക്ക് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പോലെ ആഴത്തിൽ സ്വാധീനമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടി കണ്ടുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാനുള്ള പരിശ്രമം അവർ നടത്തുന്നത്. ഇടക്കാലത്ത് കർണാടകയിൽ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും തമ്മിൽ തല്ലും അഴിമതിയും BJP ജനങ്ങളാൽ ഒറ്റപ്പെട്ടു. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. BJP അധികാരം ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ കോഴ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി ഇളവ് വരുത്തിക്കൊണ്ട് കോടികൾ സമാഹരിച്ചത്, വ്യാജ റെസീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് പിരിച്ചത്, കോഴിക്കോട്ടെ തർക്കം, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംഭാവന നൽകാൻ വേണ്ടി പരിശ്രമിച്ച പത്തനംതിട്ടയിലെ പ്രശ്നം, ഇങ്ങനെ BJP കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല രാഷ്ട്രീയമായ മേൽക്കൈയും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. വർഗീയമായിട്ടാണെങ്കിൽ അവരുടെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. അഴിമതിക്കെതിരായി സമരം നടത്തിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. ഈ വിവാദങ്ങൾ ശ്രീ ജയരാജൻ, ഈ വിവാദങ്ങളിൽ നിന്നും ഒരുപക്ഷെ ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആനുകൂല്യം ജനശ്രദ്ധ തിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ബോധപൂർവമായ ഒരുപക്ഷെ ഒരു ട്രാപ്പ് അവർ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തോടു കൂടി തിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അഴിമതിയും കൊള്ളരുതായ്മകളും കൊണ്ട് BJP ഒറ്റപ്പെട്ടു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുകൂടിയാണ് ഈ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം വഴി അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ അവർക്കൊരു അജണ്ട കേരളത്തിലുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. അതിനെ നിസ്സാരമായി കാണാൻ പറ്റൂല. അതിൽ ഭയത്തിൻ്റെതല്ല പ്രശ്നം, രാഷ്ട്രീയമാണ് പ്രശ്നം. കേരളത്തിൻ്റെ പൊസിഷൻ രാജ്യത്ത് വളരെ നിർണായകമാണ്. ഒന്ന്, വികസന രംഗത്ത് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേരളം. നാം ആർജിച്ച ചില നേട്ടങ്ങളുണ്ട്.
ആ നേട്ടങ്ങൾ സംരക്ഷിക്കുകയും പുതിയ വികസന പദ്ധതികൾ മുന്നോട്ട് ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ്. കേരളത്തെക്കുറിച്ച് നിഷ്പക്ഷമതികളായ ആളുകൾ, കമലഹസനെ പോലുള്ള സിനിമാ ലോകത്തെ കുലപതികൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞു കേരളം തൊട്ടയൽ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന്. ഇങ്ങനെയെല്ലാമുള്ള പൊതുനിഗമനങ്ങൾ കേരളത്തെക്കുറിച്ച് നിഷ്പക്ഷപതികൾ പോലും മുന്നോട്ട് വെക്കുമ്പോഴാണ് കേരളത്തിൽ സംഘർഷമാണ്, കേരളത്തിൽ വികസനമൊന്നും നടത്താൻ ആരും വരാൻ പാടില്ല. ഈ അജണ്ട കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമായി കണ്ടുകൂടാ. വികസന തൽപരരായ മുഴുവൻ ജനങ്ങളും ചെറുത്തു പരാജയപ്പെടുത്തേണ്ട ഒരു പ്രചാരവേലിയാണിത്. വസ്തുതയുമായി വല്ല ബന്ധമുണ്ടോ ഈ പ്രചരണം? ശ്രീ ജയരാജൻ, ശ്രീ ശരത്ചന്ദ്ര പ്രസാദിന് പോലുമുണ്ട്. ശരത്ചന്ദ്ര പ്രസാദിന് മറുപടി പറയണം. കാരണം ആ ട്രാപ്പിൽ നിങ്ങൾ കൂടി വീണു പോകരുത്. കാരണം വ്യത്യസ്തമായ ഒരു സാംസ്കാരിക പൈതൃകമുള്ള കേരളമാണ്. ആ കേരളത്തിൽ ഒരു അജണ്ട നിശ്ചയിക്കപ്പെട്ടാൽ അങ്ങനെ വീണു പോകുന്നതാണോ കേരളത്തിന്റെ മതിതര മനസ്സ്? ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അതായത് കേരളം എപ്പോഴും വേറിട്ട് നിൽക്കുകയാണ്. നേരത്തെ ഹസനുൽ ബെന്നെ അടക്കം അത് മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. കാരണം അവിടെ ഉത്തരേന്ത്യയിലൊക്കെ നമ്മളൊക്കെ ചെന്നാൽ കൂടി കേരളം എന്ന് പറയുമ്പോൾ ത്രിപുരയിലടക്കം ഒരു പക്ഷേ റൂറൽ മേഖലയിലൊക്കെ ചെന്നാൽ കൂടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യം ഇതൊക്കെയായിരുന്നു ഒരു പക്ഷേ അവർ നമ്മളെ കാണുന്ന ശ്രേഷ്ഠമായി. ഇന്നിപ്പോൾ ഈ പറയുന്ന മതനിരപേക്ഷത കാര്യത്തിൽ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ രീതിയിലാണ്. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു ഭൂമിക, അവിടേക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അജണ്ടകൾ അത്ര പെട്ടെന്ന് അതിൽ വീണു പോകുന്ന ഒരു സമൂഹമാണോ കേരളം? അങ്ങനെ ഈ എം വി ജയരാജൻ സൂചിപ്പിച്ച അപകടം, ആ അപകടത്തിൽ ഒരു പക്ഷേ നാളെ നിങ്ങൾക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനെക്കുറിച്ച് ജാഗ്രത വേണമോ വേണ്ടയോ? ശ്രീ ജയരാജൻ്റെയും മനസ്സിൽ അത്തരത്തിലൊരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ ഉത്കണ്ഠ തോന്നുന്ന കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവവാസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഗവൺമെൻറ് പരമാവധി ചെയ്യേണ്ടത്. ഇവിടെ ജയരാജൻ തന്നെ, അദ്ദേഹം ഞാൻ വ്യക്തിപരമായ അടുപ്പമുള്ള ആളും ഒക്കെയാണ്, അതുകൊണ്ട് ഞാനൊരു പരിമിതി കൽപ്പിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണ്. കേരളത്തിലെ CPMകാരെല്ലാം പറയുന്നൊരു വാക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് ആവർത്തിച്ചത്: വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കേണ്ട. അതാണ് കേരളത്തിലെ CPMകാരുടെ, ആവറേജ് CPMമാരുടെ മനസ്സ്. സ്ലോഗൻ എന്നാ പറഞ്ഞത്, ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞില്ല. ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞില്ല, അഹങ്കാരത്തിന്റെ വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. അതാണ് CPMകാരുടെ മനസ്സ് എന്ന് പറയുന്നത്. ഒപ്പം BJPക്കാർക്ക് ഒരു അജണ്ട കൂടിയുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് കാണിക്കാൻ അത്തരം CPMമായി ഗുസ്തി കൂടി കാണിച്ചാൽ, അല്ലെങ്കിൽ കൊലപാതകരായിട്ട് 1-2, 2-4 എന്ന് വെച്ചാൽ, ഇത് രണ്ടും ഒഴിവാക്കപ്പെടേണ്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആയിരിക്കും. CPM ഭരിക്കുന്ന പാർട്ടിയാണ്. ഒന്ന്, എനിക്ക് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അല്ല ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കാരണം ഇന്നലെ ദത്താത്രേയ പറഞ്ഞ ഈ അല്ലെങ്കിൽ ലോക്സഭയിൽ അടക്കം ഉന്നയിക്കപ്പെട്ട ദളിത് ആക്രമണങ്ങളുടെ കാര്യത്തിൽ കേരളം അല്ലെങ്കിൽ കേരളത്തിൽ ദളിതരെ കൊന്നൊടുക്കുന്നു, ആ വിശേഷണമൊക്കെ പറഞ്ഞു വന്ന തെറ്റിപ്പോട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ 2-3 റൗണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് പറയണമല്ലോ, എൻ്റെ പാർട്ടിയുടെയും എൻ്റെ വ്യൂ എനിക്ക് പറയണം, അതിനൊരു അവസരം എനിക്ക് തരണം. ഇതിനകത്ത് ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ശിവൻകുട്ടി ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളുടെ 2 നേതാക്കന്മാർ, കുമ്മനം രാജശേഖരനും O രാജഗോപാൽ MLAയും ജെറ്റ്ലിയോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വിളിച്ച അനുരഞ്ജന ചർച്ചയിലേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾ ആ ഗൗരവത്തെ അത് കാണുന്നു. ഒരു വശത്ത് ഇന്നലെ കണ്ണൂർ പോയി CPM സംസ്ഥാന സെക്രട്ടറിയും BJP സംസ്ഥാന പ്രസിഡന്റും കൈകൊടുക്കുന്നു. നേരെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാവരും അതിൽ പോയിരുന്നു സംസാരിക്കുന്നു, കൈകൊടുക്കുന്നു, കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്ന് എല്ലാവരും പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ചാനലുകളിൽ അടക്കം വന്നിരുന്നത് കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ CPM BJP നേതാക്കന്മാർ പരസ്പരം കൊമ്പ് കോർക്കുകയാണ്. CMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം വന്ന് നിന്ന് വാദിച്ച് BJP ആയിട്ട് വാദിച്ച് ജയിക്കാനാണ് നോക്കുന്നത്. ഇന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് സമയത്ത് ഈ ശ്രീകാര്യത്ത് നടന്ന കൊലപാതകം അത് രാഷ്ട്രീയമല്ല എന്ന് പ്രതിവാദവും കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ സമാധാനം നിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുകൂടി ഓൾ പാർട്ടി മീറ്റിംഗ് പറഞ്ഞുകൂടായിരുന്നോ? പറയാമായിരുന്നല്ലോ. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഈ കൊലപാതകം നടന്ന സംഭവത്തെ തുടർന്ന് BJP അർദ്ധരാത്രി ഒരു ഓൾ കേരള ബന്ദ് പ്രഖ്യാപിച്ചത് വളരെ മോശമായി പോയി. കാരണം തിരുവനന്തപുരത്ത് ഒതുക്കി നിർത്തേണ്ട ഒരു സംഭവ വികാസത്തെ പറഞ്ഞിട്ട് അതൊരു സ്റ്റേറ്റ് ഇതാക്കി മാറ്റി കേരളം ഒട്ടാകെയുള്ള സംഘർഷം. എന്നിട്ട് പെട്ടെന്ന് ഗവൺമെൻറ് പറയുന്നു അനുരഞ്ജനത്തിന്. ഇവിടെ ഞങ്ങൾ BJP ഗവർണറെ കണ്ടു കഴിഞ്ഞപ്പോൾ
സ്റ്റേറ്റ് പ്രസിഡന്റ് BJP സ്റ്റേറ്റ് പ്രസിഡന്റുമായിട്ടും RSS തലവനുമായിട്ട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹം മസ്കറ്റോട് സംസാരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ BJP നേതാക്കന്മാർ ചാനലുകാരോട് പറയുന്നത് അകത്ത് ചർച്ചയ്ക്ക് വിരുദ്ധമായിട്ടാണ്. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഗവൺമെൻറ് വിളിച്ചുകൂട്ടിയ യോഗം, ആ യോഗത്തിൽ വെച്ച് എല്ലാം തീരേണ്ടതല്ലേ? ആ യോഗത്തിൽ കഴിഞ്ഞത് ഇറങ്ങുമ്പോഴും ഇവിടെ ശിവൻകുട്ടിയും BJPക്ക് വേണ്ടി CPM-നെതിരെ ഇങ്ങനെ വന്ന് പറയാൻ ബാധ്യത വരുന്നില്ലേ ശിവൻകുട്ടിക്ക്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചാനലിരുന്നുകൊണ്ട് BJPയുടെ അജണ്ടയെക്കുറിച്ച് പറയേണ്ടി വരുന്നില്ലേ? നമ്മൾ ഹാളിനകത്തിരുന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് കുറിച്ച് സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹപ്പെട്ടിട്ട് പറഞ്ഞു തീർന്നോട്ടെ. ഗവൺമെന്റ് എന്താ ചെയ്തേ? ഗവർണർക്ക് കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, കേന്ദ്രമന്ത്രിക്ക് കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഹാളിനകത്ത് എല്ലാ പാർട്ടിക്കാരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി ഇന്ന് ചർച്ച ചെയ്യുന്നു. ഓൾ പാർട്ടി മീറ്റിംഗ് ഞാൻ പറഞ്ഞു തരട്ടെ. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന ദിവസം തന്നെ അരുൺ ജെയ്റ്റ്ലി ഇതിനെല്ലാം കത്തിക്കുന്നത് പോലെ കൊല ചെയ്യപ്പെട്ട ആളിന്റെ വീട്ടിൽ വരുന്നു. അത് പൊളിറ്റിക്കൽ അല്ലെന്ന് പറയുന്നു. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, ഞാൻ പറയട്ടെ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലി അവിടെ ഭവന സന്ദർശനം നടത്തി ആളുകളെ ത്രസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പനി ഭരണത്തിൽ 400 പരം ആളുകൾ മരിച്ചില്ലേ? സർക്കാർ നടത്തുന്ന, ഞാൻ പറഞ്ഞോട്ടെ, സർക്കാർ നടത്തുന്ന ശ്രമത്തിൽ മറ്റു പാർട്ടിക്കാരെ വിളിച്ചിരുത്തി മൂകസാക്ഷികളാക്കി ഇരുത്തിയിട്ട് ഈ ചവിട്ട് നാടകം CPM-ഉം BJP-യും അവസാനിപ്പിക്കും. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ചർച്ച സത്യസന്ധമായിരുന്നുവെങ്കിൽ, അതിനകത്ത് മുഖ്യമന്ത്രിയും BJP-യും CPM-ഉം എടുത്ത നിലപാട് സത്യസന്ധമാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ചാനലിലോ പത്രത്തിലോ പരസ്പരം യുദ്ധപ്രഖ്യാപനം നടത്താൻ ഈ രണ്ട് പാർട്ടികളും തയ്യാറാകരുത്. സമാധാനത്തിന്റെ അർത്ഥം എന്താ? സമാധാനത്തിൽ എല്ലാം കഴിഞ്ഞത് പോട്ടെ എന്ന് പറഞ്ഞ് ഷേക്കൻഡ് കൊടുത്ത് പിരിയുന്നു. എന്നിട്ട് പുറത്തിറങ്ങി ശിവൻകുട്ടി, അതായത് ഈ ചർച്ചയ്ക്ക് ഈ ശരത്ചന്ദ്ര പ്രസാദ് ഒരു സംശയം ഉയർത്തുന്നുണ്ടെങ്കിൽ അരുൺ ജെയ്റ്റ്ലിയുടെ വരവ് ഒരു സവിശേഷ സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ചിത്രീകരിച്ചതല്ലേ എന്ന ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം ഒന്ന്, ഈ പറയുന്ന ദളിതാക്രമണമുള്ള കാര്യത്തിൽ കേരളം ഇതാ ദളിതരെ കൊന്നൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ഇവിടെ സംഘപരിവാർ സംഘടനകൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വക്രീകരണമുണ്ട്. ആ വക്രീകരണത്തോട് ചേർത്ത് വായിക്കാൻ തക്ക രീതിയിലേക്ക് RSS നേതാക്കളുടെ പ്രതികരണങ്ങൾ മുൻപ് ദിവസങ്ങളിൽ വരികയും ചെയ്യുന്നു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ. സമാധാന ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. സമാധാന ശ്രമങ്ങളുമായി അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അതിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വാദപ്രതിവാദങ്ങൾക്കൊന്നും അല്ല ശ്രമിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ബഹുമാനനായിട്ടുള്ള MP ജയരാജനോട് എല്ലാ ആദരവും വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദത്തിനെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ആദ്യം CPM ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വ്യക്തിപരമാണ് എന്നാണ്. രണ്ടാമത് പോലീസിൻ്റെ FIR-ൽ ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് FIR-ൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ആദരവും വെച്ചുകൊണ്ട് പറയട്ടെ, ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് CPM ഒളിച്ചോടരുത്. ഇക്കാര്യത്തിൽ ഈ സമാധാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയവരിൽ ആ കൊലപാതക അക്രമികൾ പൂർണ്ണമായി CPM-ന്റെ പ്രവർത്തകരാണ്. കഴിഞ്ഞ ബീഫ് ഫെസ്റ്റിവലിൽ അടക്കം അവർ ഞാൻ പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്കണം. ഞാൻ പറയില്ലായിരുന്നല്ലോ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഞാനത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറയുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇവർ ഈ അക്രമികൾ ബീഫ് ഫെസ്റ്റ് അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതിൻ്റെ മുഴുവൻ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടണം. ഞങ്ങൾ അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. ഈ രാഷ്ട്രീയ കൊലപാതകമാണ് ഇത്രയും ഒച്ചപ്പാടിലേക്ക് നീങ്ങിയിട്ടുള്ളത്, ഇത്രയും സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. പാർലമെന്റ് അടക്കം ചർച്ച ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഇത് രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണ്. മറ്റൊന്നും, കേരളം ഞങ്ങൾ ഭരിച്ചിട്ടില്ലല്ലോ. കേരളം ഇതുവരെ ഞങ്ങൾ ഭരിച്ചിട്ടേ ഇല്ലല്ലോ.
ഭരിക്കുന്നതാരാണ്? CPM-ന്റെ നേതൃത്വത്തിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും. ഈ രണ്ടും 1957 മുതൽ ജനാധിപത്യം പുലർന്ന കാലം മുതൽ ഞങ്ങൾ കേരളം ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോഴാണല്ലോ ഒരു MLA. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലൂടെ മറുപടി, എന്നിട്ട് അതിനുശേഷം ജയരാജനിലേക്ക് പോകും. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന മെഡിക്കൽ കോഴ നിങ്ങൾ അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത ഒരു ട്രാപ്പിലേക്ക് ഒരു പക്ഷേ അതിൽ കേരള സമൂഹം അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് പിന്നീട് നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. അവിടെ ഒരു ട്രാപ്പ് നിങ്ങൾ വെച്ചു. രണ്ടാമത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം 2019, അത് ശ്രീ ഹസനുൽ ബന്ന പറഞ്ഞ ആ ഒരു സമർത്ഥമായ നിരീക്ഷണത്തിന് കൂടി മറുപടി. അതെ, ഹസൻ മുന്ന പറഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം അദ്ദേഹം എന്ത് മാധ്യമ പ്രവർത്തകനാണെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ ആ സാഹചര്യത്തിലാണ് സംസാരിക്കപ്പെടേണ്ടത്. അദ്ദേഹം BJP-ക്കും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ അദ്ദേഹം നോക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, CPM ഏത് ഹിന്ദു പാർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? എന്ത് നിഗമനം അദ്ദേഹം നടത്തുന്നത്? അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഹസൻ മുന്നോട് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് അക്രമം നടന്നു. ഈ അക്രമം നടന്ന സ്ഥലം സന്ദർശിക്കുന്നു. BJP പ്രവർത്തകരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തി. അദ്ദേഹം കേന്ദ്രമന്ത്രി മാത്രമല്ല, അദ്ദേഹം BJP-യുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം BJP-യുടെ ദേശീയ നേതാവാണ്. ആ ദേശീയ ABV അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് മുതൽ അദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇവിടെ BJP പ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ വന്നു. അദ്ദേഹം രാജേഷിന്റെ വീട് സന്ദർശിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്കണം. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഡിഫൻസിന്റെ 3 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയുള്ള ഡിഫൻസിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നു. കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് പ്രോഗ്രാം. ഇത് ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം BJP നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ജനങ്ങളോട്. ജയരാജന് പറയേണ്ടതുണ്ട്. ഒന്ന് ശ്രീ ജയരാജൻ, അതായത് ഒന്ന് ശരത്ചന്ദ്ര പ്രസാദ് ഉന്നയിച്ച ചവിട്ട് നാടക പ്രയോഗം, അതായത് എനിക്ക് തോന്നുന്നു ആ യോഗങ്ങളെ പറയുന്നത് ചവിട്ട് നാടക പ്രയോഗം. രണ്ടാമത് രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതല്ല എന്ന് എന്ത് നിലപാട് നിങ്ങൾ ഏതർത്ഥത്തിൽ സ്വീകരിക്കുന്നു? അത് വീണ്ടും സർവകക്ഷി യോഗങ്ങളെ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി കൂടി നഷ്ടപ്പെടുത്തുന്നതല്ലേ എന്ന ശിവൻകുട്ടിയുടെ ആ ചോദ്യത്തിനും കൂടി മറുപടി ശ്രീ ജയരാജൻ. ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ തുടർന്ന് നാടിനെ സമാധാന അന്തരീക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗൗരവമായി നടത്തുകയുണ്ടായി. ആ ശ്രമങ്ങൾക്ക് നല്ല വിജയവും ഉണ്ടായി. ഉഭയകക്ഷി ചർച്ച തിരുവനന്തപുരത്തും കോട്ടയത്തും കണ്ണൂരിലും നടന്നു. അതിൻ്റെ ഫലമായി ഉണ്ടായത് പതിയെ സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. സമാധാന ചർച്ചകൾക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കടയിൽ ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു. സംഘർഷം പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുണ്ടായി. നല്ല ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച സമാധാന സംരംഭങ്ങൾക്ക് നല്ല പിന്തുണയാണ് കിട്ടിയത്. ഇന്ന് സർവകക്ഷി സമ്മേളനവും നടന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, സർവകക്ഷി സമ്മേളനം നൽകുന്ന സന്ദേശം കേരളം ഒരു സംഘർഷ ഭൂമിയാണെന്ന് കേരളത്തിൻ്റെ വെളിയിൽ ഒരു പ്രചാരവേല തെറ്റായ രീതിയിൽ നടത്തുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അപലപിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്ത്യയിൽ വികസന ക്ഷേമ രംഗങ്ങളിൽ നേടിയെടുത്ത നേട്ടങ്ങൾ അവതരിപ്പിക്കുകയും കേരളത്തിലേക്ക് വരാനിരിക്കുന്ന നിക്ഷേപവും ടൂറിസ്റ്റുകളുടെ വരവും കേരളം ഒരു സംഘർഷഭൂമിയാണ് എന്ന തെറ്റായ പ്രചാരവേല വഴി ഇല്ലാതാക്കുക കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് തന്നെ എതിരായിരിക്കുമത്. അക്കാര്യത്തിൽ സർവകക്ഷി യോജിക്കുന്നു. അതുകൊണ്ട് അത് BJP-യുടെ ഭാഗത്ത് നിന്നായാലും CPM-ൻ്റെ ഭാഗത്ത് നിന്നായാലും ഇതര രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്ത് നിന്നുണ്ടായാലും സമാധാന സംരംഭങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിരിക്കുകയാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് തർക്കങ്ങൾ ശക്തിപ്പെടുത്താനല്ല,
സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനോട് യോജിക്കുകയാണ്. എന്നാൽ കേരളം വികസന രംഗത്തും മറ്റിതര രംഗങ്ങളിലും നേടിയെടുത്ത നേട്ടങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ പാടുണ്ടോ? ഇന്ത്യ ടുഡേ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കി കേരളം സദ്ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. മാധ്യമങ്ങൾ നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് അതിൽ വ്യക്തമാക്കുന്നു ഏറ്റവും കുറഞ്ഞ അഴിമതി. മാത്രമല്ല ശ്രീ ജയരാജൻ, ക്രൈം റെക്കോർഡ്സ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ കൂടി വരുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഒരു പക്ഷേ താരതമ്യം ചെയ്താൽ, കേരളവുമായി താരതമ്യം ചെയ്താൽ അവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ള കണക്കുകൾ. ആ കണക്കുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് BJP നേതാക്കൾ വരേണ്ടതുണ്ട്. ശ്രീ ഹസനുൽ ബെന്നിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ഹസനുൽ ബെൻ, അതായത് ഇവിടെ MV ജയരാജനുണ്ട്, സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഭരണപരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് മേലുള്ള അല്ലെങ്കിൽ ഒരു ഗൂഢമായ ഒരു ലക്ഷ്യം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബോധ്യം താങ്കൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന ചർച്ചയിലടക്കം പങ്കെടുക്കുന്ന ജയരാജന്റെ പാർട്ടിയടക്കം കാട്ടേണ്ട, ശരത്ചന്ദ്ര പ്രസാദിന്റെ പാർട്ടിയടക്കം കാട്ടേണ്ട ജാഗ്രത എന്താണ്? ഇന്നലെ വളരെ യാദൃശ്ചികമായി ജസ്റ്റിസ് രാജേന്ദ്ര സച്ചാറുമായി സ്വാതന്ത്ര്യത്തിൻ്റെ 70ാം വാർഷികം സംബന്ധിച്ച ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം തയ്യാറാക്കേണ്ടി വന്നിരുന്നു. ഈ സമയത്ത് അദ്ദേഹം വളരെ ജിജ്ഞാസയോടുകൂടി ചോദിച്ച ചോദ്യം, കേരളത്തെ പിടിക്കുന്നതിന് വേണ്ടി BJPയും RSSും നടത്തുന്ന ശ്രമങ്ങൾ ഏത് തരം വരെ വിജയിക്കുന്നുണ്ട്, ദേശീയ തലത്തിൽ പോലും രാജ്യം ഉറ്റുനോക്കുന്നത് കേരളത്തിൽ BJPയുടെയും RSSൻ്റെയും തന്ത്രങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദില്ലിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം RSSൻ്റെ ഉപനേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഞങ്ങൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് കേരളത്തെ ഈ തരത്തിൽ, കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയതാണെങ്കിൽ പോലും ഇത്രയും പർവ്വതീകരിച്ച് കാണിക്കുന്നത് ഒരർത്ഥത്തിൽ കേരളത്തോട് ചെയ്യുന്ന ഒരു അവഹേളനമല്ലേ എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുകയുണ്ടായി പ്രസ് ക്ലബ്ബിൽ നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ. അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു വാർത്താ സമ്മേളനം BJPയുടെ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തപ്പോൾ അന്ന് റിയാസ് മൗലവി വധം നടന്നിട്ടില്ല, ഫൈസൽ വധക്കേസ് നടന്നിരുന്നു കൊടിഞ്ഞിയിലെ. ഇത്തരം കൊലപാതകങ്ങളിൽ നേരിട്ടുള്ള RSSൻ്റെ പങ്കാളിത്തം വ്യക്തമാകുമ്പോൾ എന്തുകൊണ്ടാണ് RSS ഒരു ഭാഗം മാത്രം ഉയർത്തി കാണിച്ച് ദേശീയ തലത്തിൽ ഇങ്ങനെ പ്രചാരണം നടത്തുകയെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉപനേതാവിനോട് ചോദിക്കേണ്ടായി, രണ്ട് പത്രക്കാർ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി, RSSകാർ തിരിച്ച് ആക്രമിക്കുന്നില്ലേ, തിരിച്ച് അവർ നടത്തുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ ഇല്ലേ എന്ന്. അതിന് പറഞ്ഞ മറുപടി അത് പലപ്പോഴും തിരിച്ചടിയാണ് എന്നായിരുന്നു. അതായത് ആ തിരിച്ചടി നടക്കുന്നുണ്ട് എന്ന് തന്നെ RSS നേതാവ് ഡൽഹിയിൽ വെച്ച് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ അംഗീകരിക്കുന്നു. പിന്നീട് ഈ അഴിമതിയുടെ ചോദ്യം ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഉത്തരം നൽകാതിരിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ജെയ്റ്റ്ലി കേരളത്തിലെത്തിയിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയമായി നാം ഇതിനെ വിലയിരുത്തുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ തങ്ങളുടെ പൊതു തെരഞ്ഞെടുപ്പിന് എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഹിന്ദി സംസാരിക്കുന്ന നേതാവിനെയല്ല പറഞ്ഞയച്ചത്. വിഷയം പഠിച്ച് ഹിന്ദി സംസാരിക്കുന്ന ഉത്തരേന്ത്യക്കാർക്ക് റിപ്പോർട്ട് നൽകാനായിരുന്നുവെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരാളെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. വി മുരളീധരനെ പോലെ ഹിന്ദി നന്നായി അറിയുന്ന നേതാക്കൾ അവിടെയുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജെയ്റ്റ്ലിയെ പറഞ്ഞയച്ചത് ഈ ഒരു കണക്കുകൂട്ടലോട് കൂടിയാണ് എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായ വ്യാഖ്യാനമല്ല, ഒരു മാധ്യമ ഈ കാര്യങ്ങൾ. ശിവകുട്ടി 20 സെക്കൻഡിൽ മറുപടി. അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. രാജ്യം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്കാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും BJP വലിയ വിജയം കഴിച്ചു. ഇവിടെ പ്രതിപക്ഷം ഛിന്ന ഭിന്നമായി. ഇവിടെയാണ് ഈ ഹനൻമുള്ള ഹസനുൽ ബെന്ന ഇത്തരത്തിലുള്ള ഒരു തിയറിയുമായി രംഗപ്രവേശനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്ത്രങ്ങളുണ്ടാവും, സമീപനങ്ങളുണ്ടാവും. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ ലക്ഷ്യം. ഞങ്ങൾ അതുമായി തന്നെയാണ് മുമ്പോട്ട് പോണേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രണ്ട് മുന്നണികളും ഇവിടെ ഭരിച്ചു, ഞങ്ങൾ ഭരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അവസരം തരണം. തലസ്ഥാനത്ത് 35 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചതോടുകൂടി CPMന് സഹിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഇവിടെ. അതെ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ
ഒരു കടന്നുകയറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ അക്രമം. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ തയ്യാറാണ്. കേരളത്തിലെ ജൈവഭൂമിയിൽ രാസവളം പ്രയോഗിച്ചാലും മറുപടി, കാരണം വളരെ രാസവള പ്രയോഗം നടത്തിയാലും ശരി താമര രാജശേഖരൻ പൂർണ്ണമായി തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ചില സീറ്റുകളൊക്കെ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ കൈവിട്ട് നിലവിട്ടൊരു സംഘടന മുന്നോട്ട് പോകാതിരിക്കാൻ BJP പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം CPM ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് CPM-ന് ബാധ്യതയുണ്ട്. അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഇവിടെ വന്ന് RSSന്റെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ വീട് സന്ദർശിക്കുമ്പോൾ ഇവിടെ പരിമരണപ്പെട്ടവർ മാത്രമല്ല, ബീഫിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ ദേശീയ തലത്തിലുണ്ട്. ഒരാളുടെ വീട്ടിൽ പോലും അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, സമാധാനത്തിന് വേണ്ടി എടുക്കുന്ന ഇനിഷ്യേറ്റീവ് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ റൂമിനകത്ത് മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിൽ എടുത്ത സ്പിരിറ്റോട് വേണം മാധ്യമങ്ങളോട് സംസാരിക്കാൻ. 20 സെക്കൻഡിന്റെ മറുപടി, 20 സെക്കൻഡിൽ സമയക്കുറവുള്ളതുകൊണ്ട്. സമാധാനത്തിന് ജനങ്ങളോടാകെ ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദേശം തന്നെയാണ് സമാധാന യോഗത്തിലെടുത്തത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങളിൽ BJP ഏർപ്പെട്ടാൽ തങ്ങൾക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഈ അജണ്ടയുമായി രംഗത്ത് വരുന്നത്. രാജ്യത്താകെ CPM-നെയും ഇടതുപക്ഷത്തെയും മോശപ്പെടുത്തുകയല്ല അവർ ഇപ്പോൾ ചെയ്യുന്നത്. പ്രത്യേക അജണ്ടയോടുകൂടി അവർ ചെയ്യുന്നുണ്ട്. അതിനെ രാഷ്ട്രീയമായി നേരിടാം. പക്ഷെ കേരളത്തെ അപമാനിക്കും വിധത്തിൽ, കേരളത്തിൻ്റെ ഭാവി വികസന സാധ്യതകളെ തടയും വിധത്തിൽ തെറ്റായ പ്രചാരവേല അഴിച്ചുവിടരുത്. അങ്ങനെയെങ്കിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ. അതിന് അരുൺ ജെയ്റ്റ്ലിയുടെ പാർട്ടിയെ BJP ശ്രദ്ധിക്കുക, CPM-ഉം കൂടി ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക എന്ന് തന്നെയാണ് ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിലപാടുകൾ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.